സ്വന്തം അമ്മ ബെല്ലടിച്ചാൽ അപ്പോൾ തന്നെ മകൻ ബസ് നിർത്തിക്കൊള്ളണം. അതുപോലെ തന്നെ അമ്മ ഡബിൾ ബെല്ലടിക്കാതെ ബസ് മുന്നോട്ടെടുക്കുവാനും മകന് സാധ്യമല്ല. അഥവാ അമ്മയെ അനുസരിച്ചില്ലെങ്കിൽ അപ്പോൾ തന്നെ മകന്റെ പണി പോവും. എന്താണ് സംഭവം എന്നല്ലേ? KSRTC സ്വിഫ്റ്റ് ബസ്സിലെ പണിയാണ് കേട്ടോ. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കൈവരുന്ന ഭാഗ്യം തേടി വന്ന ഒരു അമ്മയുടെയും മകന്റെയും കൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് മുമ്പിലാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്ന KSRTC സ്വിഫ്റ്റ് ആനവണ്ടി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആനവണ്ടി ഡ്രൈവർ ശ്രീരാഗ് ബ്രോ. ഇദ്ദേഹത്തിന്റെ കൂടെ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്നത് ആരാണെന്നല്ലേ? ശ്രീരാഗിന്റെ സ്വന്തം അമ്മയാണ് കേട്ടോ. അമ്മയുടെ പേര് യമുന. ഈ ബസ് എവിടെ വരെ പോകുമെന്ന് നമുക്ക് യമുന ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം. എവിടെ വരെ അടി ബസ്? ലാസ്റ്റ് ഇവിടെ തന്നെ വരൂല്ലേ? ഞാനിവിടെ വരെയാണ്. യമുന ചേച്ചി ഡബിൾ ബെൽ അടിച്ചത് ദാ നമ്മുടെ ശ്രീരാഗ് ബ്രോ സ്റ്റിയറിംഗ് തിരിച്ച് ബസ് മുന്നോട്ടെടുക്കുകയാണ് കേട്ടോ. ശ്രീരാഗ് ബ്രോ വളയം തിരിക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടെ ബസിന്റെ സൈഡുകളിലും പിൻവശത്തും എല്ലാം ഒരു അമ്മയുടെ കരുതൽ എന്ന പോലെ തന്നെ യമുന ചേച്ചി നന്നായിട്ട് കണ്ണോടിച്ച് നോക്കിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ട്രിവാൻഡ്രം ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡ്. ഇവിടെ ബസ് നിർത്തിയപ്പോൾ തന്നെ ഞാൻ ബസ്സിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങി ബസ്സിന്റെ 1-2 ഫോട്ടോസ് എടുക്കുവാനേ. ഒടുവിൽ ഇവിടെ നിന്നും കയറുവാനുള്ളവരെ എല്ലാം കയറ്റിക്കൊണ്ട് നമ്മുടെ ബസ് ദാ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ വന്നിരിക്കുന്നത് ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൽ നിന്ന് തിരിയാൻ പറ്റത്തില്ലാത്ത അത്രയ്ക്കും ആളുകളായിരിക്കും. സ്വന്തം അമ്മയുടെ കൂടെ ഒരു ബസ്സിൽ തന്നെ ജോലി ചെയ്യുക എന്നത് എന്തൊരു ഭാഗ്യമാണല്ലേ. സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ അതേ ഫീലോട് കൂടി ഈ ബസ്സിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നുവെന്നാണ് ശ്രീരാഗ് ബ്രോ എന്നോട് പറഞ്ഞത്. ബസ്സിൽ അധികം തിരക്കൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ എല്ലായിടവും ഓടി നടന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം ചിത്രീകരിക്കുകയാണ് കേട്ടോ. KSRTC സ്വിഫ്റ്റ് കമ്പനി രൂപീകരിച്ചപ്പോൾ അതിലെ ആദ്യത്തെ വനിതാ കണ്ടക്ടർ കൂടിയാണ് കേട്ടോ നമ്മുടെ യമുന ചേച്ചി. ഈ ബസ്സിൽ കയറുന്ന എല്ലാ യാത്രക്കാർക്കും ഇവരെ രണ്ടുപേരെയും നല്ല കാര്യമാണ്. ചെറു പുഞ്ചിരിയോട് കൂടി തന്നെ യാത്രക്കാരെ ബസ്സിലോട്ട് സ്വാഗതം ചെയ്യുന്ന ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. (2009) മുതൽ ആര്യനാട് ഡിപ്പോയിലെ താൽക്കാലിക കണ്ടക്ടറായിരുന്ന യമുന ചേച്ചി 2022 മുതലാണ് കേട്ടോ KSRTC സ്വിഫ്റ്റിൽ ജോലിയിൽ പ്രവേശിച്ചത്. അമ്മ യമുന ചേച്ചിയെ ശ്രീരാഗിന് നല്ല പേടിയുണ്ട് കേട്ടോ. അതിനാൽ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചാണ് ശ്രീരാഗ് വണ്ടി ഓടിക്കുന്നത്.
രണ്ടാമത്തെ പ്രാവശ്യമാണ് തലസ്ഥാന നഗരിയിൽ വരുന്നത്. അതിനാൽ തന്നെ എനിക്ക് തലസ്ഥാന നഗരിയെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോഴത്തേനും സ്ഥലത്തിന്റെ പേരെല്ലാം എനിക്ക് കറക്റ്റായിട്ട് ശ്രീരാഗ് ബ്രോ പറഞ്ഞു തരുന്നുണ്ട്. നഗരത്തിലൂടെ ശ്രീരാഗ് ബ്രോയുടെയും യമുന ചേച്ചിയുടെയും ഒപ്പം ഈ ബസ് യാത്ര ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ. മനോഹരമായിട്ടാണ് നമ്മുടെ ബ്രോ ഡ്രൈവ് ചെയ്യുന്നത്. നോക്കിക്കേ, അടിപൊളിയാണ് കേട്ടോ ഈ ബ്രോയുടെ ഡ്രൈവിങ്. ശരിക്കും നമ്മൾ ഒരു AC കാറിലൊക്കെ ഇരുന്ന് പോകുന്ന അതേ ഫീല്. ഇരുപത്തൊന്നാം വയസ്സിൽ തന്നെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തയാളാണ് കേട്ടോ നമ്മുടെ ഈ ഡ്രൈവർ ബ്രോ. ചെറുപ്പം മുതൽ തന്നെ എന്നെ പോലെ തന്നെ ഒരു ആനവണ്ടി പ്രേമിയായിരുന്നു ശ്രീരാഗും. എന്താ അല്ലേ? KSRTC സ്വിഫ്റ്റ് ബസ്സിൽ ജോലി ലഭിച്ചപ്പോൾ ആദ്യത്തെ ശ്രീരാഗിന്റെ പോസ്റ്റും അമ്മയുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ചുള്ള വാർത്തകളും മറ്റും TV ചാനലിലും പത്രത്തിലും എല്ലാം വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആനവണ്ടിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബ്രോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു കേട്ടോ. 4-5 വർഷത്തോളം അവിടെ തന്നെയായിരുന്നു ആളുടെ ജോലി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വിഫ്റ്റിൽ പുതിയ ആളെ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ യമുന ചേച്ചി ശ്രീരാഗിനോട് പറയുന്നത്. കേട്ട പാടെ തന്നെ നമ്മുടെ ശ്രീരാഗ് ബ്രോ തുള്ളിച്ചാടി അങ്ങോട്ട് അപേക്ഷ കൊടുത്തു കേട്ടോ. അപേക്ഷ കൊടുത്ത് 1 മാസത്തിനകം തന്നെ എക്സാമും ഉണ്ടായിരുന്നു. വലിയ തയ്യാറെടുപ്പൊന്നും ഇല്ലാതെയാണ് കേട്ടോ ശ്രീരാഗ് പോയി എക്സാം എഴുതിയത്. എന്തായാലും റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ നമ്മുടെ ബ്രോയുടെ പേരും ഉണ്ടായിരുന്നു. ശ്രീരാഗിന്റെ ഈ നേട്ടം KSRTCയുടെ ചരിത്രത്തിലെ തന്നെ ഒരു അപൂർവ നേട്ടത്തിനും കാരണമായി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അമ്മയും മകനും ഒന്നിച്ചൊരു ബസ്സിൽ ജോലി. എന്താ അല്ലേ? നമ്മുടെ ശ്രീരാഗിന് ഇതേ ബസ്സിൽ തന്നെ ജോലി കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്നാണ് യമുന ചേച്ചി എന്നോട് പറഞ്ഞത്. ജോലി കഴിഞ്ഞപ്പോൾ 2 പേർക്കും ഒരുമിച്ച് വീട്ടിലും പോകുവാൻ സാധിക്കുമല്ലോ. അതുപോലെ തന്നെ സ്വന്തം മകൻ എപ്പോഴും കൂടെ തന്നെയുള്ള ഒരു അമ്മയെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. KSRTCയിലെ സാറുമാരുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് 2 പേർക്ക് ഒരു ബസ്സിൽ തന്നെ ജോലി ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് യമുന ചേച്ചി എന്നോട് പറഞ്ഞത്.
കാലത്ത് 7:30 തുടങ്ങിയിട്ട് രാത്രി 10 വരെ ട്രിപ്പ് അടിക്കുകയാണ് കേട്ടോ ഈ ബസ്. അതായത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടുന്ന് പുറപ്പെട്ട് മെഡിക്കൽ കോളേജിന്റെ എല്ലാം കറങ്ങി വീണ്ടും അവിടെ തന്നെ വരും, പിന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ശ്രീരാഗ്പ്രോ കാലത്ത് 6:30 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. എന്നിട്ട് ഡിപ്പോയിലെല്ലാം വന്ന് വണ്ടിയെല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യമുന ചേച്ചി വീട്ടിൽ നിന്ന് കാപ്പിയും പലഹാരവും എല്ലാം ആയിട്ട് പുറകെ ഇങ്ങോട്ട് വരും കേട്ടോ. ഇതിനു മുമ്പുള്ള ഡ്രൈവർമാർക്കും യമുന ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം യമുന ചേച്ചി കാലത്ത് വരുമ്പോൾ അവർക്കും കൂടിയുള്ള ചായയും പലഹാരവും സ്നാക്സും എല്ലാമായിട്ടാണ് വരുന്നത്. ആനവണ്ടി യാത്രയുടെ ഫീലും സുഖവും അതൊന്നും വേറെ തന്നെയാണ്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ആനവണ്ടിയിൽ തന്നെ യാത്ര ചെയ്ത് നോക്കണം. ആനവണ്ടിയിൽ ട്രിപ്പ് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളെല്ലാവരും? നമ്മുടെ ചാനലിൽ KSRTC ബസ്സിൽ നമ്മൾ മലക്കപ്പാറ, വാൽപ്പാറ, കമ്പം, തെന്മല, ഗവി തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുള്ള ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളും അങ്ങോട്ടേക്കൊക്കെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോസ് എല്ലാം കണ്ടു നോക്കിയതിന് ശേഷം പോവുക കേട്ടോ. ജീവിതത്തിൽ ഇന്ന് വരെ നേരി കണ്ടിട്ടില്ലാത്ത അഥവാ ഇനി ഒരിക്കൽ നേരി കാണുമോ എന്ന് പോലും പ്രതീക്ഷയില്ലാത്ത ഒരുപാട് ആളുകളുടെ കൂടെ ഇതുപോലെയൊക്കെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഫീൽ ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ യാത്ര ചെയ്ത് നോക്കുക കേട്ടോ. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ നമ്മുടെ ആനവണ്ടി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ തൊഴുവാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രം വന്നത്. അപ്പോൾ വളരെ ആകസ്മികമായിട്ടാണ് ഇവരുടെ വണ്ടി കണ്ടത്. യമുന ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. രണ്ടുപേരെ ഞാൻ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടു. വ്ളോഗ് ചെയ്യുവാൻ ഞാൻ ബസ്സിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും രണ്ടുപേരും നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് എന്നെ ബസ്സിലോട്ട് വരവേറ്റത്.
പതിവുകാരായ യാത്രക്കാരോടെല്ലാം കുശലം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ യമുന ചേച്ചി ടിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത്. എന്തൊരു സന്തോഷമാണ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും. അമ്മയും മോനും ആയതുകൊണ്ട് ഇരുവരും ഒന്നിച്ച് ജോലിക്ക് കയറിയ അന്ന് തന്നെ ഡിപ്പോയിലെ സാർ യമുന ചേച്ചിയോട് രണ്ടുപേരും ഒന്നിച്ചുള്ള ഫോട്ടോസൊക്കെ വാങ്ങിയിരുന്നു. യമുന ചേച്ചി കരുതിയത് അത് ജസ്റ്റ് അവിടുത്തെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടാൻ വേണ്ടി മാത്രമായിരിക്കുമെന്ന്. പക്ഷെ യമുന ചേച്ചി ഗ്രൂപ്പിലൊന്നും നോക്കിയിട്ട് ആ ഫോട്ടോസ് ഒന്നും കണ്ടില്ല. പിന്നെ കുറെ പേര് വിളിച്ച് യമുന ചേച്ചിയോട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. പക്ഷെ പിറ്റേന്നാണ് ചേച്ചി അറിയുന്നത് എല്ലാ പത്രത്തിലും ഇരുവരുടെയും ഫോട്ടോസൊക്കെ വന്നപ്പോൾ. എന്താ അല്ലേ? യമുന ചേച്ചിയുടെ ഒപ്പം ഷെഡ്യൂൾ ഉണ്ടായിരുന്ന ഡ്രൈവറെ ചേഞ്ച് ആക്കിയിട്ടാണ് ശ്രീരാഗിനെ യമുന ചേച്ചിയുടെ ഒപ്പം പോസ്റ്റ് ആക്കിയത്. ഇവരുടെ രണ്ടുപേരുടെയും ഫീലിംഗ്സ് സാറന്മാരും മനസ്സിലാക്കിയെന്ന് വേണം പറയാൻ. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള ആനവണ്ടി യാത്രയിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇന്ന് ഇവരുടെ രണ്ടുപേരും കൂടെ യാത്ര ചെയ്തപ്പോഴാണ് കേട്ടോ. ശരിക്കും ഞാനും ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറിയ അതേ ഒരു ഫീലാണ്. പുതിയതായി സ്വിഫ്റ്റിൽ സെലക്ഷൻ കിട്ടിയവർക്ക് പരിശീലനം കൊടുക്കുന്ന ആനവണ്ടിയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഭാവിയിലെ മികച്ച ആനവണ്ടി ഡ്രൈവർമാരാകാൻ അവർക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ അവരെ എല്ലാവരെയും ആശംസിക്കുകയാണ് കേട്ടോ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 20. മാരീഡ് ആണോ? അതെ. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ കാണുന്ന ഓരോ ഫ്രെയിമും ഉണ്ടല്ലോ ഒരുപാട് ഭംഗിയേറിയതാണ് കേട്ടോ. നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഇതിനു മുമ്പ് ഈ വഴിയൊക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് കേട്ടോ ഓരോ ഫ്രെയിമും. ബസ് മുന്നോട്ട് പോകുന്തോറും എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളൊക്കെ വരുന്നുണ്ട്. പോകാൻ വഴികളുള്ളപ്പോൾ പറയാൻ കഥകൾക്ക് യാതൊരുവിധ പഞ്ഞവും ഉണ്ടാകത്തില്ലല്ലോ, അല്ലേ? എത്ര അതിമനോഹരമായ റോഡുകളാണല്ലേ ട്രിവാൻഡ്രത്തുള്ളത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന റോഡിലൂടെയാണ് കേട്ടോ നമ്മുടെ ആനവണ്ടി ഇപ്പോഴും ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററിനടുത്ത് ദൂരമേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ളൂ കേട്ടോ. നമ്മൾ ശ്രീരാഗ് ബ്രോയുടെയും യമുന ചേച്ചിയുടെയും കൂടെ ബസ്സിൽ നടത്തിയ ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമ്മുടെ ബസ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയോട് അടുക്കാറായി കേട്ടോ. തിരുവനന്തപുരം ജില്ലയ്ക്ക് ആ പേര് ലഭിച്ചതിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് കേട്ടോ. അനന്തന്റെ പുരി എന്നാണ് തിരുവനന്തപുരത്തിന്റെ അർത്ഥം. ഞാൻ വെളുപ്പിന് 4 മണിയോടടുത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് കയറിയതായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം 8 മണിയോടടുത്തു. ഭഗവാനെ കണ്ടിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഒരു ദൈവനിമിത്തം പോലെയാണ് യമുന ചേച്ചിയും ശ്രീരാഗ് ബ്രോയെയും കണ്ടുമുട്ടിയത്. ഇവരുടെ 2 പേരുടെയും കൂടെ ബസ്സിൽ യാത്ര ചെയ്യുവാൻ സാധിച്ചതിൽ ഞാൻ ഭഗവാനോട് ഒരുപാട് നന്ദി പറയുന്നു. യമുന ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ യാത്രക്കാരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മികച്ച ഡ്രൈവറായിട്ട് ദീർഘകാലം സേവനം ചെയ്യാൻ ശ്രീരാഗ് ബ്രോയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനും ഇവിടെ ഇങ്ങോട്ട് യാത്ര അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം സ്ഥലങ്ങളും ആളുകളും എല്ലാം ഈ ഭൂമുഖത്തുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയും സ്ഥലങ്ങളും എല്ലാം തേടി നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു കേട്ടോ.